ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ മൂന്നാർ ട്രിപ്പിങ്ങിന്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മള് ഇപ്പൊ റിസോർട്ടിൽ തന്നെ അവരവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്, ഒരു വാലി മറ്റേ തേയിലത്തോട്ടം. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ. ഒരു ചെറിയ കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നു വേണം പോവാൻ. കാടല്ല, ഒരു മുള്ളുള്ള വഴി, അതിൽ കൂടെ നടന്നു വേണം പോവാൻ. അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടാ. അയ്യോ, 7 മണിക്ക് റെഡി ആവാൻ പറഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ വരുമ്പോ 8 മണി 8:30 ചെയ്യാ. വീഡിയോ എടുക്കണ ആള് ഞാൻ പറയണില്ല. കല്ലും മുള്ളും നിറഞ്ഞ ഭയാനകമായിട്ടുള്ള വഴിയാട്ടാ, ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടാ, ഇടാ പടയപ്പ വരൂട്ട ഇങ്ങട്. ആന വന്ന് മറിച്ചിട്ടാ പോയി. പാറയിടുക്കി കൂടി ആയിട്ടാ പോണത്. അമ്മക്ക് ഇതൊക്കെ പുല്ലാണ്. നമ്മുടെ കാട്ടിൽ കൂടെ മേട്ടിൽ കൂടി വിറകിന് വേണ്ടി പറന്ന് നടക്കണം. അമ്മക്ക് ഈ കയറ്റൊന്നും ഒന്നുമല്ല. മേമയ്ക്കോ മേമേ? എനിക്ക് കാടൊന്നും കുഴപ്പമില്ല, നല്ല വ്യൂ ഉണ്ടല്ലോ കാണാൻ. വെയില് വരുന്ന വെട്ടിയ കാരണല്ലേ. ഇതൊക്കെ ഇന്നലെ വെട്ടിയതാട്ടോ ഇവിടെ. പാശമൊക്കെ അവിടെ വീഡിയോ മേക്കിങ്ങിലാ. ഇത് ശരിക്കും നമ്മള് കുറച്ചും കൂടി മോർണിംഗിൽ വരണായിരുന്നു അല്ലേ. അപ്പൊ ഈ വെയിലുണ്ടായിരുന്നില്ല, ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി. നല്ലൊരു കൂളിക്കല് ഇങ്ങടെ വന്നപ്പോ മോള് നമ്മുടെ കാട്ടിലേക്ക് കേറി പോണ പോലൊരു നമ്മുടെ കാട്ടിലേക്ക് വെള്ളാനിലേക്ക് പോണ പോലുള്ളൊരു സ്ഥലം. എന്നെ താങ്ങിക്കൊണ്ടുപോവുകയാണ് ഗൈസ് എന്റെ വൈഫ്, എന്റെ പാതി എന്നെ താങ്ങിക്കൊണ്ടുപോവുകയാണ്. എനിക്കുണ്ട്, എനിക്ക് മാത്രല്ല പണി കിട്ടുന്നത്, എല്ലാവർക്കും കിട്ടിയിട്ട് പണി. ഇവിടെ നമുക്ക് ഗെയിമിങ്ങിനുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ പാച്ചപ്പനും ടീംസൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ക്യാരംസും പിന്നെ മറ്റേ എന്താ ഒരു അമ്പയുടെ സംഭവമൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് അയ്യോ പെണ്ണടിച്ച് കളയോ, ഷട്ടിൽ കളിക്കാട്ടാ. പിന്നെ ഇവിടെ ടേബിൾ ടെന്നീസ് ഒക്കെ കളിക്കാറുള്ളത്. അതിന് വലയിട്ട് പിടിച്ചിടും ടീച്ചു. നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ തന്നെയാട്ടോ. ഞാൻ രാവിലെ സൺറൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സംഭവം വരുന്ന വ്യൂ തന്നെയാണ്. ഇവിടെ നമുക്ക് ഞങ്ങൾ ഇന്നലെ നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ താഴെയായിരുന്നു. നമുക്ക് ഇതിലെ കോട്ടേജുകളുണ്ട്. ഇവിടെയൊക്കെ കോട്ടേജസ് ആട്ടെ. അതൊക്കെ ഇതിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് രാവിലത്തെ ആ ഒരു വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ താഴെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ നമുക്കൊന്ന് ഈവനിങ്ങിലും മോർണിംഗ് ടൈമിലൊക്കെ ഒന്ന് ഒരു വാക്കിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു വഴിയൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഭാഗത്ത് താഴെയായിട്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ തന്നെ കാണാൻ തന്നെ ഈ റിസോർട്ടിലുണ്ട് കേട്ടോ. വേണ്ട ഈ വഴിയൊക്കെ ഞങ്ങൾ രാവിലെ നടക്കാൻ വരുന്നത്. ഇവിടെ ഇരിക്കാനായാലും നമുക്ക് കസിൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ, ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള കുറേ സ്പെഷ്യൽ സ്പോട്ടുകളുണ്ട്. ഇനി ഞാനിവിടുത്തെ സ്പെഷ്യൽ റൂംസ് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ ഹട്ടുകളാണ്. ഹട്ടുകൾ കൂടാതെ തന്നെ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഹട്ടാണ് കേട്ടോ. ഓരോ ഹട്ടുകൾക്കും 8 ഹട്ട്. ഞാനിപ്പോൾ
ഞങ്ങൾ വന്നത് ഇതൊരു ഹട്ടാണ്. ഇതൊക്കെ ഹട്ടുകളാണ്. അതായത് നമ്മുടെ അമ്മായി സുന്ദേച്ചി ഇവരൊക്കെ നമ്മൾ പോവാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോവാൻ റെഡി ആയിട്ടിരിക്കുക. ചിലപ്പോൾ ഈ ഒരു റൂമിലൊക്കെ കിടക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കും കിട്ടിയേക്കാട്ടാ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു ഗീവ് അവേ ഇട്ടിട്ടുണ്ട്. ഈ ഗ്രാൻഡ് വാലി റിസോർട്ടിൽ ഒരു ദിവസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഒപ്പം ഗ്രാൻഡ് വാലി റിസോർട്ട് മൂന്നാർ, പിന്നെ അമ്പാടി റോക്സ്, പിന്നെ സെസ് ടോപ്പിക്സ്, ഈ 3 പേജും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ 3 പേജും ഫോളോ ചെയ്യുക. ഏപ്രിൽ 17-ാം തീയതി വരെയാണ് ഗീവ് അവേ ഉള്ളത്. അതിൽ നിന്നും സെലക്ട് ആവുന്ന ഒരാൾക്ക് നമ്മുടെ ഈ ഗ്രാൻഡ് വാലി റിസോർട്ടിൽ ഒരു ദിവസത്തെ സ്റ്റേ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അവസരം ആരും മിസ്സാക്കണ്ട കേട്ടോ. ഞാൻ കമൻസിൽ ഡീറ്റെയിൽസ് ഒക്കെ പിൻ ചെയ്തിടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാലും ഈ ഒരു സൈഡിലുള്ള എല്ലാ വ്യൂസും എല്ലാ റൂംസും വാല്യൂ വ്യൂ ആണ്. ഇപ്പോൾ താഴെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത് കേട്ടോ. എന്നായിരുന്നു നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഏരിയ ആയിട്ട്. എൻ്റെ വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനുള്ള സെഷൻസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാച്ചും പിള്ളേരൊക്കെ രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന് ക്യാരംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ചതിന് ശേഷം പോയി. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. വാലി വ്യൂ തന്നെയായിട്ടാ മെയിനായിട്ട്. നമുക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പുറത്തേക്കൊക്കെ നോക്കിയിരുന്നോണ്ട് നമുക്ക് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കലാകുമ്പോൾ നല്ല അടിപൊളി ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾ പെയിന്റിങ്സ് നല്ല രസമുണ്ട്. മൂന്നാറിൻ്റെ സെയിം ആ ഒരു നാച്ചുറലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയാൽ പോവാം ഓൾ പെയിന്റിങ്സ്. ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റാവുന്നൊരു സാധനം. അത് കംപ്ലീറ്റ് ജീപ്പുകളായിരുന്നു. ഈ ജീപ്പുകൾ കണ്ടിട്ട് ഇവിടെ ജീപ്പിന്റെ ഒരു ബിസിനസ് തുടങ്ങിയാന്നൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിട്ടില്ലേ. ഇവിടെ മൂന്നാറ് വന്നപ്പോ തൊട്ട് ഒരു ജീപ്പ് കേറി കൂടിണ്ടെന്ന്. അത് ഇവിടെ തന്നെ ഓടിക്കും വേണല്ലേ. നമുക്ക് വെള്ളാനെ കൊണ്ടു. നല്ല രസമായിട്ട് ഓൾ പെയിന്റിങ്സ്. ഈ കൊളുന്തെന്നുള്ളൊരു അമ്മമ്മ, അരിക്കൊമ്പൻ, പിന്നെ മുകളിലൊരു സ്യൂട്ട് റൂമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷം അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ വീണ്ടും ഒരു വ്യൂ. ഇത് പക്ഷെ ചെറുതാട്ടോ. അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് റൂമിൽ. അങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് നമ്മളെ വെക്കേറ്റ് ചെയ്യാട്ടാ. നെക്സ്റ്റ് നമുക്കൊരു നമ്മുടെ ഇവിടുത്തെ ഫുള്ള് കറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ എത്തി. സ്വിമ്മിംഗ് പൂളിൽ നീരാട്ടിലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഇന്ന് നമ്മൾ നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ പോകും. അത് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആ സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമ്മൾ പറഞ്ഞു കേട്ടതിനേക്കാളും സത്യം എന്ന് പറഞ്ഞ മാതിരി അത് അതൊന്ന് എന്താന്നത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി 26 പേരും കൂടി ട്രാവലറിൽ ഞങ്ങളിങ്ങനെ നീങ്ങാൻ പോകും. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഗ്രാൻഡ് വാലി റിസോർട്ടിലത്തെ സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റേ അടിപൊളിയായിരുന്നു തന്നെ പറയാം, വെറുതെ പറയല്ല, പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു സ്റ്റേ. നല്ല ഒരു സ്വിമ്മിംഗ് പൂള്, അടിപൊളി സ്വിമ്മിംഗ് പൂളായിരുന്നു. സ്വിമ്മിംഗ് പൂള് ഇന്നലെ വൈകുന്നേരം കുളിച്ച് ഇന്നും കുളിച്ച് മതിയാവുകൊണ്ട് ഇവരൊക്കെ പിടിച്ചേറ്റ് കൊണ്ടുവന്നത് കേറുന്നില്ല. പിന്നെ വ്യൂ അടിപൊളിയാണ്, നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങള് നല്ല വ്യൂ ആയിരുന്നു. അതുപോലെ ആ തേയിലത്തോട്ടത്തിന് വിളിക്കൊക്കെ ട്രക്കിങ്ങിനെ കൊണ്ടുപോയി രാവിലെ നടന്നു പോയി. വയ്യാണ്ടും ഞാൻ പോയി. അപ്പൊ അത്രയും നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഇവിടുത്തെ ഇന്നത്തെ ഒരു മോർണിംഗ്. പിന്നെ നമ്മുടെ ഒപ്പം ഇന്നലെ ക്യാമ്പ് ഫയർ നടന്ന GM ഉണ്ടായിരുന്നു. അതാണ് ആള് ഭയങ്കര നമ്മുടെ അടുത്ത് പരിചയപ്പെടാൻ പറ്റില്ല. ഇപ്പൊ പോയി പരിചയപ്പെടണം. ഇന്നലെ എനിക്ക് കാലിന് വയ്യാണ്ട് വേദന കിടന്നു തുടങ്ങി. ആള് ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മുടെ അടുത്തൊക്കെ ക്യാമ്പ് ഫയറിനും എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് എന്താട്ടാ. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് വാലിയിലത്തെ സ്റ്റേയും നമ്മുടെ ഈ ഒരു ട്രിപ്പും ഫുള്ളും നമുക്ക് മാനേജ് ചെയ്ത് തന്നിട്ടുള്ളത് സെസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർ പാക്കേജാണ്. അവരാണ് നമുക്ക് ഇത്രയും അടിപൊളി റിസോർട്ടും സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ സെസ് ടോപ്പിക്കിനും ഗ്രാൻഡ് വാലിക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? അമ്മ സൂപ്പർ ആയില്ലേ? അടിപൊളിയായില്ലേ? ദീച്ചു, ഉണ്ണിക്കുട്ടൻ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേ? സൂപ്പറായിരുന്നു. വിഷ്ണുട്ടൻ എന്താണ് അഭിപ്രായം? കിടിലൻ. വൈശാഖ്, സുനു
ഒന്നും പറയാനില്ല. നമ്മുടെ ചിന്നൊക്കെ ഇവിടെ നിക്കണ്ട് കേട്ടോ. വാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അതായത് റിസോർട്ട് അടിപൊളി. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ GM. ആള് വേറെ ലെവലാട്ടോ. ആള് ബാക്കിയുള്ള റിസോർട്ട് ആൾക്കാരെ ഡാൻസിങ് പാർട്ണറായിരുന്നു ആളുടെ. ആള് വേറെ ലെവല് ആളായിരുന്നു. വൈബാള് സെറ്റാണ്. അടിപൊളി റിസോർട്ട്, വേറെ ഒന്നും പറയാനില്ല. ചിന്നോ അടിപൊളിയായിരുന്നു. സ്റ്റേയും ഫുഡും. ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പുറത്തുനിന്ന് കഴിക്കണേക്കാളും നല്ല ഫുഡായിരുന്നു അല്ലേ? അങ്ങനെ നമ്മളിത് ഇവിടെ ഗ്രാൻഡ് വാലി റിസോർട്ടിനോട് വിട പറഞ്ഞ് അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. നമ്മള് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള അതേ ജീപ്പിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണത്. നമ്മുടെ സാരഥി ചേട്ടൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ആളാണ് നമ്മളെ തിരിച്ചും മുകളിലേക്കൊക്കെ ഇത്രയും ട്രിപ്പുകളൊക്കെ ചെയ്തോണ്ടിരിക്കണത് കേട്ടാ. ചേട്ടന്റെ പേരെന്തായിരുന്നു? പ്രതീഷ്. അപ്പൊ ഇന്ന് നമുക്ക് നല്ല സാഹസികമായിട്ടുള്ള ഒരു ഡ്രൈവർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ചേട്ടനെ വിളിച്ചോളൂട്ടാ. എന്നെ പിടിക്കണ്ടത് ഞാനോ? അയ്യോ എന്റെ ചേട്ടന്റെ കാല്. ഞങ്ങളിതേ മുകളിലെത്തിട്ടാ ചേട്ടാ. താങ്ക് യു. ചേട്ടാ കാണാം. ഏതാ അങ്ങനെയാണിതേ മുകളിലെത്തി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ രാവിലെ തൊട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ റിസോർട്ടും ട്രക്കിങ്ങും മൊത്തം റിസോർട്ട് മൊത്തം കാണിച്ചിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഫുൾ ഹാപ്പിയാണ്. ഞങ്ങൾ ലാസ്റ്റാണ് ഇങ്ങോട്ട് കയറി വന്നത്. ചെറിയൊരു റിവ്യൂ എടുക്കേണ്ടായിരുന്നു. അത് കഴിയാനുള്ള കാര്യം ഞങ്ങൾ ലേറ്റ് ആയിട്ട് വന്നത്. ബാക്കിയെല്ലാവരും നേരത്തെ വന്നു. വണ്ടിയിൽ വേഗമൊക്കെ വെച്ചു. കുറച്ച് പേര് അവിടെ പോയിരിക്കുന്നുണ്ട്. ചൂട് കാരണം വണ്ടി വെയിലത്ത് എവിടെ കാണാമല്ലോ. അവിടെ കുറച്ച് പേരൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പണിയാം. രാവിലത്തെ മോർണിംഗ് വീഡിയോ രാവിലത്തെ മോർണിംഗ് വീഡിയോ. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ, നെക്സ്റ്റ് സ്പോട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.